So next question is Rabindranath Tagore. Listen here. The real name of Rabindranath Tagore is Rabindranath Tagore. B is the real sound. Okay. Rabindranath Tagore composed not only India's national anthem but also the anthem of another country. Which country's anthem did he write? രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയുടെ നാഷണൽ ആന്തം എഴുതിയെന്നത് നമുക്കറിയാം. എന്നാൽ മറ്റൊരു രാജ്യത്തിന്റെ കൂടി നാഷണൽ ആന്തം രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുണ്ട്. ഏതാണ് രാജ്യം? പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ഐ എം ലോക്കിംഗ്. ഐ എം ഗോയിങ് ടു ലോക്ക്. ബി ഫാസ്റ്റ്. ഓക്കെ, യെസ്. Okay, it's time. Okay. ആര്യൻ എന്തോ പറഞ്ഞോ? Sir, 1 minute. ടൈപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. ടൈപ്പ് ചെയ്തോളൂ. You have time. Type please. പവർ പോയിന്റ് കാണുന്നുണ്ടല്ലോ അല്ലേ? Yes sir, കാണുന്നുണ്ട്. Yes. Okay. So it's time. I'm locking. Okay, the correct answer has answered by Janvi, Aparnika and Aryan. Okay, Janvi, Aparnika and Aryan. Aryan, can you say what's the answer? Answer ഒന്ന് പറയാമോ Aryan? Bangladesh is the correct answer. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും എഴുതിയിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ അഥവാ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്വന്തം ഭാഷയിൽ അദ്ദേഹത്തെ വിളിക്കുന്ന പേര് രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ്. കേട്ടോ, രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ് ശരിയായ പ്രൊനൗൺസിയേഷൻ അദ്ദേഹത്തിന്റെ പേരിന്റെ. നമ്മൾ മലയാളീകരിച്ചാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷിലൊക്കെ ബി ആണ് ഉപയോഗിക്കുക. രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് റിട്ടൺ ബൈ ജാൻവി, അപർണിക ആൻഡ് ആര്യൻ. ഓക്കെ, സോ ക്യാൻ യു മെൻഷൻ ഹൗ ദ സോങ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത്? ആ സോങ് എങ്ങനെയാ തുടങ്ങുന്നത് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാമോ? ആരെങ്കിലും പറയാമോ? സോങ് എങ്ങനെയാ തുടങ്ങുന്നത് എന്ന് ആരെങ്കിലും പറയാമോ? അമർ സോനാർ ബംഗ്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അമർ സോനാർ ബംഗ്ല അല്ലെങ്കിൽ അമർ സോനാർ ബംഗ്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കേട്ടോ, അമർ സോനാ ബംഗ്ല എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സോങ് കേൾക്കാൻ പറ്റും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, അമർ സോനാ ബംഗ്ല ഓർ ബംഗ്ലാദേശ് നാഷണൽ ആന്തം ബൈ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് യൂട്യൂബിൽ ഒന്ന് അടിച്ച് ഒന്ന് കേൾക്കുമോ നിങ്ങൾ?